ഹലോ, എല്ലാവർക്കും ഡിവൈൻ സ്പിരിച്വൽ സോണിന് സ്വാഗതം. കാർഡൊന്ന് താഴെ വീണു. വിഷുവിൻ്റെ സമയം എങ്ങനെ ഉണ്ടാവും എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും വിഷു ആശംസകൾ. കാർഡിൻ്റെ കൂടെ എനർജി കണക്ട് ചെയ്യാൻ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നോക്കണം. 5 ഓഫ് വാൻഡ്സാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കാർഡ് വന്നിട്ട് ദ എംപറേഴ്സ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലമാതിരി ഗുഡ് ന്യൂസ് വരും എന്നുള്ളതാണ്. നല്ലൊരു സമയമാണെന്നാണ് പറയുന്നത്. ഹെൽത്തി ആയിട്ട് നല്ല ഫെമിനിൻ നേച്ചറോടുകൂടി നല്ല ഒരു കുട്ടി ആവാനുള്ള ചാൻസസ് ഉണ്ട്. കൂടിയ വേഗം ഗുഡ് ന്യൂസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഒരു പേഷ്യൻസ് വേണം. നല്ലൊരു ഗ്രോത്ത്, നല്ലൊരു സക്സസ് ഒക്കെ കാണാൻ പോവാണ്. പിന്നെ അടുത്ത കാർഡ് 5 ഓഫ് വാൻഡ്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ക്ലാഷിങ് കുടുംബത്തിൽ എന്തോ ഒരു ഏട്ടനന്യന്മാരായിട്ടോ എന്തോ ഒരു ക്ലാഷ് ആയിട്ടുണ്ടാകും. അതൊന്നും മനസ്സിൽ വെക്കരുത്, ഈഗോ ഒന്നും വെക്കരുത് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. പിന്നെ കല്യാണത്തിന് നോക്കാം. കുട്ടികൾക്ക് ആർക്കെങ്കിലും എല്ലാം കല്യാണം നടക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്താ കാർഡ് മെസ്സേജ് വരുന്നതെന്നുള്ളത് നോക്കാം. യൂണിവേഴ്സ് എന്താ തരുന്നതെന്നുള്ളത് നോക്കാം. കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് ശ്രമിക്കുകയാണെങ്കിൽ അതിനെന്താ മെസ്സേജ് വരുന്നത് നോക്കാം. നല്ലൊരു മെസ്സേജാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കമ്മിങ് ഫ്രൂട്ട്ഫുള്ളായിട്ട് വരുന്നുണ്ട്. നല്ല ഒരു ഇത്ര ദിവസം കുറേ നോക്കിയിട്ടൊക്കെ ഉണ്ടാകും. നല്ല ഒരു ചെറുക്കനെ കണ്ടെത്തുന്നതായിരിക്കുക. ചെറുക്കനാണെങ്കിൽ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതായിരിക്കുക. മാനിഫെസ്റ്റേഷൻ ഐഡിയസ്, നല്ല ഗോള് എല്ലാം നിങ്ങൾ ചെയ്യുന്ന ജോലികളെല്ലാം നല്ല മാതിരി വരും എന്നുള്ളതാണ് പറയുന്നത്. വിഷു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം ഒരു മാറ്റം വരും. നല്ല സമയമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ഇനിയൊരു കാർഡും കൂടി എടുത്ത് നോക്കാം. കരിയറിനെ പറ്റി എന്താണ് വരുന്നത് യൂണിവേഴ്സ് എന്നുള്ളത് നോക്കാം. സോ എന്താ നോക്കാം നമുക്ക്. സോ 8 ഓഫ് കപ്സ് ആണ് വരുന്നത്. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ട്രാവൽ ചെയ്യുന്ന ഒരു സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. സെൽഫ് അനാലിസിസ് കുറേയൊക്കെ നിങ്ങളൊക്കെ കുറേ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ജോലി എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടതൊക്കെ. പക്ഷേ ഒന്നും ശരിയായിട്ടില്ല. ഇനിയൊക്കെ ശരിയായിട്ട് വരുന്നതായിരിക്കും എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്ഷമ വേണം. എന്തോ ട്രാവൽ ചെയ്യുന്നത് ഡിസപ്പോയിൻമെൻറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക്. ജോലിയിലായിരിക്കുക, വേറെ വീട്ടിലായിരിക്കുക, എന്തോ സമയത്തിൻ്റെ മോശം കൊണ്ട് എന്തോ ഡിസപ്പോയിൻമെൻറ്റ് ആയിട്ടുണ്ട്. മനസ്സ് ശരിയില്ലായിരിക്കുക. നെക്സ്റ്റ് കാർഡ് താഴെ വീണു. 7 ഓഫ് കപ്സ് ആണ്. നല്ലൊരു സമയമാണ്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഡിസിഷൻ എടുക്കുന്നത് കുറേ ഓപ്പർച്യൂണിറ്റീസൊക്കെ വരും. പോസിബിലിറ്റി എല്ലാം മൾട്ടിപ്പിൾ പോസിബിലിറ്റീസാണ് വരാൻ പോണത്. കുറച്ചൊന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോണത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ വീട് വെക്കാനോ എന്തെങ്കിലുമൊക്കെ വിഷുവിൻ്റെ ഇതല്ലേ, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. വീട് വെക്കാൻ സാധിക്കും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലാസ്റ്റ് കാർഡ് എടുത്ത് നോക്കാം. ഒന്നും യൂണിവേഴ്സ് എന്താ മെസ്സേജ് തരുന്നതെന്നുള്ളത് നോക്കാം. എല്ലാവരും കാർഡിൻ്റെ കൂടെ എനർജി കണക്ട് ചെയ്യാൻ നോക്കണം. നൈറ്റ് ഓഫ് സ്വാർട്സ് ആണ്. കുറേ കഷ്ടപ്പെട്ടിട്ട് നല്ലൊരു ബിഗ് ചേഞ്ച് വരാൻ പോവാണ് ലൈഫിൽ. നല്ല ഒരു ചേഞ്ച് വരാൻ, ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നുണ്ട്. ഓണസ്റ്റായിട്ട് നിങ്ങൾ കുറേ സംസാരിക്കും തോന്നുന്നുണ്ട് ഈ വീഡിയോ നോക്കുന്നവർക്ക്. വിഷുവിൻ്റെ മുമ്പ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നാണ് ഞാൻ പറയണത്. ഇത് സാധാരണയായിട്ട് വന്ന കാർഡായിരിക്കില്ല, ഇതായിരിക്കില്ല, വീഡിയോ ആയിരിക്കില്ല എന്ന് തോന്നുന്നു എനിക്ക്. എന്താ പറഞ്ഞാൽ നല്ലൊരു മെസ്സേജുകളാണ് വന്നിരിക്കുന്നത്. സോ എല്ലാവരും കാർഡ് എനർജിയുടെ കൂടെ നോക്കൂ. നിങ്ങൾ എനർജിയോടുകൂടി നോക്കൂ. എല്ലാവർക്കും നല്ലത് വരുത്തിട്ട് ദൈവം യൂണിവേഴ്സും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വിഷു ആശംസകൾ. താങ്ക് യു.